സഹോദരങ്ങളെ, ഇന്ന് ഉപാസനയിൽ ക്രിസ്മസ് രാത്രിയെ നമുക്ക് ധ്യാനിക്കാം. ദൈവദൂതൻ ഇടയന്മാരോടായിട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾക്കു വേണ്ടി ദാവീദിൻ്റെ പട്ടണത്തിൽ ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. കുഞ്ഞായി പിറന്ന, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിനെയാണ് ഈ ദിവസം നാം ധ്യാനിക്കുക. ഏതൊരു കുഞ്ഞിൻ്റെ ജനനവും ആ വീടിന് അല്ലെങ്കിൽ ഏതാനും പേർക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സാധാരണയായ ഒരു കുഞ്ഞ് ഒരു വീടിനു മാത്രമോ ഒരു സമുദായത്തിനോ ഒരു വലിയ സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് പോലുമോ സന്തോഷം നൽകുന്ന കാര്യമാണെങ്കിൽ, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണിയേശു ലോകത്തിനു മുഴുവൻ സന്തോഷം നൽകുന്ന സദ്വാർത്തയായിട്ട് മാറുന്നു. എന്തുകൊണ്ടാണ് ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നറിയപ്പെടുക? മാനവകുലം മുഴുവൻ ആഗ്രഹിച്ച് കാത്തിരുന്നത് ഈ ഒരു രാത്രിക്ക് വേണ്ടിയായിരുന്നു. പ്രവാചകന്മാർ സ്വപ്നം കണ്ടത് ഈ രാത്രിക്ക് വേണ്ടിയാണ്. ചിന്തകന്മാർ നിരന്തരം അനുധ്യാനങ്ങളിലൂടെ കടന്നുപോയത് ഈ ഒരു രാത്രിക്ക് വേണ്ടിയാണ്. സഞ്ചാരികൾ ഉന്നം വെച്ചതും ഈ ഒരു രാത്രിയിൽ പിറക്കുന്ന കുഞ്ഞിനു വേണ്ടിയാണ്. അതെ, ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ഇന്ന് ലോകത്തിൽ അധികമൊന്നും സന്തോഷത്തിൻ്റെ സദ്വാർത്തകൾ കേൾക്കാനില്ലാതെ പോയതുകൊണ്ട് ക്രിസ്മസ് രാത്രി എനിക്കും നിങ്ങൾക്കും കൂടുതൽ സന്തോഷത്തിൻ്റെ ദിനമായിട്ട് മാറണം. കാരണം ഇതുപോലൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമുക്കിനി കേൾക്കാൻ ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നു ഒരു 3 കാര്യങ്ങളായി ക്രിസ്മസ് എന്തുകൊണ്ട് സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി എന്ന് നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, ക്രിസ്മസ് രാത്രി അല്ലെങ്കിൽ ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകാനുള്ള കാരണം ദൈവം മനുഷ്യനായി പിറന്നു എന്നുള്ളത് തന്നെയാണ്. ഇൻകാർണേഷൻ എന്ന് പറഞ്ഞാൽ ദൈവം ശരീരമെടുത്തു, ദൈവം മനുഷ്യൻ്റെ രൂപത്തിലായി. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടതൊരു കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപമെടുത്ത് മനുഷ്യനായിട്ട് പിറന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മയിലുകളെ ഒരുപാട് സ്നേഹിച്ചു കൊണ്ടിരുന്നൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് വലിയ സ്നേഹമാണ് മയിലുകളെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, എനിക്ക് ജീവിത പങ്കാളിയില്ല, മക്കളില്ല, അതുകൊണ്ട് തന്നെ ഒരു ഭാവിയെക്കുറിച്ചുള്ള വേറെ വ്യാകുലതകളൊന്നുമില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയിലുകളെയാണ്. അതുകൊണ്ട് എൻ്റെ സ്വത്ത് മുഴുവൻ മയിലുകൾക്ക് വേണ്ടി ചെലവഴിക്കണം. അതിനുവേണ്ടി മയിലുകൾ അദ്ദേഹം യാത്ര ചെയ്യും. മയിലുകൾ ഉള്ള ഇടത്ത് കൊണ്ടുപോയി അവയ്ക്കിഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കും. അതിനുശേഷം ഇവ ആടുന്നതും പാടുന്നതും പീലി വിടർത്തി നിൽക്കുന്നതുമൊക്കെ കണ്ടുകൊണ്ട് അകലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഈ മനുഷ്യൻ കാണും. ഏറെ നാളുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, എൻ്റെ സമ്പത്തിൻ്റെ വലിയ ഒരു ഓഹരി തന്നെ സത്യത്തിൽ ഈ മയിലുകൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചിട്ടുണ്ടല്ലോ. ഏറെ ദൂരം യാത്ര ചെയ്ത് ഇവയുടെ നൃത്തവും ഇവയുടെ സംഗീതവും ഇവ പീലി വിടർത്തി നിൽക്കുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് അടുത്ത് ചെന്ന് ഈ മയിലുകളെ കാണണം, എനിക്ക് അടുത്ത് ചെന്ന് ഇവയെ സ്നേഹിക്കണം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ഭക്ഷണവുമായി മയിലിൻ്റെ അടുത്തേക്ക് ചെന്നു. അടുത്തേക്ക് ചെന്ന ഉടനെ തന്നെ ചുറ്റുമുള്ള അത്രയും ദിവസം ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജീവിച്ച ആ മയിലുകൾ ഓടി അകന്നു. ഇദ്ദേഹത്തിന് വലിയ വിഷമമായി. ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, അയ്യോ ദൈവമേ, ഞാൻ ഇത്രയും പൈസ മുടക്കി ഭക്ഷണമെല്ലാം സമാഹരിച്ച് ഈ മയിലുകൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇതെന്തുകൊണ്ടാണ് ഒരു സ്നേഹമില്ലാതെ ഇവയൊക്കെ ഓടി മറഞ്ഞത്? ഇദ്ദേഹം കുണ്ഠിതനായി ഏറെ വിഷമിച്ച് ഇങ്ങനെ വഴിയോരത്ത് കാത്തു നിൽക്കുകയാണ്. വഴിയോരത്ത് കാത്തു നിൽക്കുന്ന നേരത്ത് ഒരു സാധാരണക്കാരനായ ഒരു സാധുവായ മനുഷ്യൻ അതിലൂടെ കടന്നുപോയി. അദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടാണ് ഇത്രയധികം വിഷമിച്ചിരിക്കുന്നത്? അയാൾ അദ്ദേഹത്തിൻ്റെ കഥ മുഴുവൻ ഇദ്ദേഹത്തോട് പറഞ്ഞു. കഥ കേട്ടുകഴിഞ്ഞപ്പോൾ ഈ വഴിയാത്രക്കാരനായ സാധുവായ മനുഷ്യൻ പറഞ്ഞു, താങ്കൾ ചെയ്തതെല്ലാം ശരിയാണ്. സത്യത്തിൽ ഭക്ഷണം കൊടുത്തു, അങ്ങയുടെ സ്വത്ത് മുഴുവൻ ചെലവഴിച്ചു, അങ്ങേക്ക് ആവശ്യമായത് മുഴുവൻ പ്രിയപ്പെട്ടതെല്ലാം മയിലുകൾക്ക് പങ്കുവെച്ചു. പക്ഷേ മയിലുകളെ പരിപൂർണമായിട്ട് സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, അവ മയിലുകൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ അങ്ങും ഒരു മയിലായിട്ട് മാറണം.
സഹോദരങ്ങൾ, ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ വിഷമം തോന്നി. കാരണം മനുഷ്യനായ എനിക്ക് ഒരിക്കലും മയിലാകാൻ കഴിയില്ലല്ലോ. സഹോദരങ്ങളെ, നമ്മൾ നോക്കണം, ഒരു ദൈവം മാനവകുലത്തെ ഒരുപാട് സ്നേഹിച്ചു, ഇഷ്ടംപോലെ സ്നേഹിച്ചു, എല്ലാം നൽകി സ്നേഹിച്ചു. എന്നിട്ടും മനുഷ്യർക്ക് പരിപൂർണമായി മനസ്സിലാകുന്നില്ല. മനസ്സിലാകാതെ വന്നപ്പോൾ, അല്ലെങ്കിൽ കാലത്തിൻ്റെ പൂർത്തിയിൽ, ഈ ദൈവം മനുഷ്യനെ പോലെ ആയ ഒരു രാത്രിയെയാണ് ക്രിസ്മസ് രാത്രിയിൽ ഞാനും നിങ്ങളും ആഘോഷിക്കുന്നത്. അതെ, ക്രിസ്മസ് ദൈവം മനുഷ്യനായ രാത്രിയാണ് എന്ന് പറഞ്ഞാൽ, എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ശരീരമുള്ളവരായി, സംസാര ഭാഷയുള്ളവരായി, സ്പർശിക്കാവുന്നതായി, നോക്കാവുന്നതും സ്നേഹിക്കാവുന്നതും തർക്കിക്കാവുന്നതുമായ സാധാരണ ഒരു വ്യക്തിയായി നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്കും ഭൂമിയിലേക്കും പിറന്നു എന്നുള്ളതാണ് ക്രിസ്മസ് രാത്രി സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകാനുള്ള കാരണങ്ങളിൽ ഒന്ന്. ക്രിസ്മസ് രാത്രിയുടെ തലേ ദിവസവും ഇടയ സ്ത്രീകളോട് കുഞ്ഞുങ്ങൾ ചോദിച്ചു, അമ്മ ദൈവം എവിടെയാണ്? അമ്മ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? ആ രാത്രിയിലും മക്കളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വീട്ടുമുറ്റത്ത് നിർത്തിക്കൊണ്ട് അങ്ങ് ആകാശ മടക്കുകളുടെ അപ്പുറത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മക്കളെ, ദൈവം അങ്ങ് അവിടെയാണ്, ദൈവം ആകാശത്തിനപ്പുറത്താണ്, അങ്ങ് ഇരുണ്ട ആകാശത്തിൻ്റെ അപ്പുറത്താണ് ദൈവം. ആ ദൈവം അവിടെ ഇരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്മസ് രാത്രിയിൽ കഥ മാറി. അന്നും അവർ ചോദിച്ചു ഇടയ സ്ത്രീകളോട്, അമ്മ ദൈവം എവിടെയാണ്? അന്ന് പറഞ്ഞു, മക്കളെ, ഇന്ന് ആകാശ മടക്കുകളിലേക്ക് മക്കൾ നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പോകാം. നമുക്ക് എവിടെ പോകാം? പുൽക്കൂട്ടിലേക്ക് പോകാം. നമുക്ക് ഏതാനും മൈലുകൾ യാത്ര ചെയ്താൽ, ഏതാനും കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ നമുക്കവിടെ ചെന്നുപെടാം. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് അന്ന് ആ രാത്രിയിൽ, ആ ക്രിസ്മസ് രാത്രിയിൽ പുൽക്കൂട്ടിലേക്ക് അവർ യാത്ര ചെയ്തു. സഹോദരങ്ങളെ, ഓർക്കണം, നമുക്ക് നടന്ന് എത്താവുന്ന ദൂരത്ത്, നമുക്ക് ഏതാനും കാതം പിന്നിട്ടാൽ ചെല്ലാവുന്ന ദൂരത്തായി നമ്മുടെ കർത്താവ് വന്നു എന്നുള്ളതാണ് ക്രിസ്മസ് രാത്രിയിൽ നമുക്ക് ഏറ്റവും സന്തോഷകരമായൊരു വാർത്തയായി ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രിയെ മാറ്റുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ വേറൊരാളെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളങ്ങൾ നമ്മൾ ഏത് വിധമാണ് പ്രകടമാക്കുന്നത്? ചിലപ്പോൾ സ്നേഹിക്കുന്നവർ തമ്മിൽ പൂക്കൾ കൈമാറാറുണ്ട്. സ്നേഹം പൂർണ്ണമായും പൂവിലില്ല, എങ്കിലും അതിൻ്റെ ഒരു അടയാളമായി കൊടുക്കുന്നതാണ് പൂവ്. അത് ചുംബിച്ചുകൊണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ, അല്ലെങ്കിൽ ആദരിക്കുന്നവർ തമ്മിൽ അത് കൊടുക്കുമ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമായി. ഇനിയും ചിലർ ഹഗ് ചെയ്യും, പരസ്പരം കെട്ടിപ്പിടിക്കും. അതും സ്നേഹത്തിൻ്റെ കുറേ കൂടി നല്ല ഭാവമാണ്. കുറച്ചുകൂടി നല്ല ഭാവമാണ് സ്നേഹം പരസ്പരം ചുംബിക്കും. ഇനി അതുകൊണ്ടും ഒടുങ്ങണമെന്നില്ല. പ്രത്യേകിച്ചും വിവാഹബന്ധത്തിൽ സ്നേഹമെന്ന് പറയുമ്പോൾ കുറേ കൂടി പ്രകടമായി വരും. ശരീരങ്ങൾ പോലും പങ്കിടും, ശരീരം പോലും കൊടുക്കും. സത്യത്തിൽ സ്നേഹം വലിയ ഒരു അർത്ഥത്തിൽ എത്തുന്നത് ശരീരം നൽകുമ്പോഴാണ്. ഒരു ദൈവം ഇങ്ങനെ ചിന്തിച്ചു, എൻ്റെ മക്കൾക്ക് എൻ്റെ ശരീരം കൊടുക്കണം, എൻ്റെ മക്കൾക്ക് എൻ്റെ ശരീരം ഭക്ഷിക്കാൻ കൊടുക്കണം. പങ്കിട്ടാൽ മാത്രം പോരാ, പുഷ്പം കൊടുത്താൽ പോരാ, ഹഗ് ചെയ്താൽ പോരാ, മറിച്ച് ഭക്ഷണമായിട്ട് കൊടുക്കണം. അങ്ങനെ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തു കടന്നു പോകുന്നതിൻ്റെ തലേ രാത്രി ഭക്ഷണമായിട്ട് കൂടി കൊടുത്തു. അതെ, ബെത്ലഹം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ വീട് എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളാകുന്ന വീട്ടിൽ വരാൻ, അല്ലെങ്കിൽ ഹൃദയ വീട്ടിലേക്ക് വരാൻ കർത്താവ് തുനിഞ്ഞ ഒരു രാത്രിയുടെ പേരാണ് ക്രിസ്മസ് രാത്രി. സഹോദരങ്ങളെ, ദൈവം നമ്മുടെ ഇടയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും മാതാപിതാക്കൾ ഇങ്ങനെ പറയും, എൻ്റെ മക്കളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. മക്കൾ പറയും, പപ്പയും മമ്മിയും എന്നെ അത്രയും സ്നേഹിക്കുന്നില്ല എന്ന്. എന്തുകൊണ്ടാണ് ഈ അന്തരം ഉണ്ടാകുന്നത്? മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും മക്കൾക്കത് മനസ്സിലാകുന്നില്ല, മക്കൾക്കത് തോന്നുന്നില്ല, അനുഭവപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അനുഗ്രഹീതരായ വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചത്, മക്കളെ സ്നേഹിച്ചാൽ മാത്രം പോരാ, സ്നേഹിക്കുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടുകയും വേണം. ദൈവം ഇങ്ങനെ തന്നെയാണ്. ദൈവം തൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്നത് ശരി തന്നെ. പക്ഷേ സ്നേഹിക്കുന്നുവെന്ന് മനുഷ്യന് തോന്നേണ്ട ആവശ്യമുണ്ട്. മനുഷ്യനെ തോന്നിപ്പിക്കാൻ, മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ
എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുമായി കർത്താവ് മാറി എന്നുള്ളതാണ് ഈ ദിവസം സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി മാറുന്നത്. ചിലപ്പോഴെങ്കിലും ഒട്ടേറെ തർക്കങ്ങളിലേക്ക് കടന്നു വരുന്ന നിരീശ്വര ചിന്തയുമായി പോകുന്നവർ, ഒട്ടേറെ യുക്തിവിചാരത്തിൽ പോകുന്ന മനുഷ്യർ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ ചില മതാചാര്യന്മാർ പോലും ചോദിക്കാറുണ്ട്, ദൈവത്തിന് എങ്ങനെ മനുഷ്യനാകാനായിട്ട് പറ്റും? ദൈവം മനുഷ്യനായി കഴിഞ്ഞാൽ ദൈവിക ഭാവം തീരുകയല്ലേ? എങ്ങനെ സ്പിരിറ്റ് ബോഡി സ്വീകരിക്കും? എങ്ങനെ സേക്രഡായ ഒരു ദൈവം സെക്കുലറായി മാറും? സഹോദരങ്ങളെ, ഇതാണ് ക്രിസ്മസിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചു, ഇതാ നിങ്ങൾക്ക് ഒരു മനുഷ്യനെ കാണണമെന്നുണ്ടോ? നിങ്ങൾ മനുഷ്യനെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിലേക്ക് പോയാൽ മതി. വീണ്ടും അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കൊരു ദൈവത്തെ കാണണമെന്നുണ്ടോ? എങ്കിലും നിങ്ങൾ അതേ സ്ഥലത്ത് പോയാൽ മതി, ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. ഇനി മുതൽ ദൈവത്തെ കാണാനും മനുഷ്യനെ കാണാനും നിങ്ങൾ അധിക ദൂരം യാത്ര ചെയ്യേണ്ട. അത് ഈ രാവിലെ ക്രിസ്മസ് രാത്രിയിലെ ബെത്ലഹേമിലെ പുൽക്കൂട്ടിലുണ്ട്. ഉണ്ണിയേശുവിൽ ദൈവവുമുണ്ട്, മനുഷ്യനുമുണ്ട്. ഖനി തൊഴിലാളികളുടെ ഇടയിൽ ജോലി ചെയ്യാൻ ഇറങ്ങിയ ഒരു വൈദികൻ. ഈ വൈദികന് വലിയ ആഗ്രഹമാണ് പാവപ്പെട്ട കൽക്കരിയുടെ മണമുള്ള നിറമുള്ള മനുഷ്യരുടെ ഇടയിൽ പോയി ശുശ്രൂഷ ചെയ്യാൻ. അങ്ങനെ അവിടെയുള്ള ഒരു ചെറിയ ദേവാലയത്തിലാണ് ഇദ്ദേഹം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ ചെന്നു. അദ്ദേഹം പല ദിവസം വിശുദ്ധ കുർബാന ചൊല്ലി. പക്ഷേ അന്ന് കുർബാനയ്ക്ക് ആരും വരുന്നില്ല. എല്ലാവരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഖനിയിൽ ജോലി ചെയ്യുകയാണ്. ആരും പള്ളിയിലേക്ക് വരുന്നില്ല. ഒരു ദിവസം ഈ അച്ഛൻ ഏറെ വിഷമിച്ചു. അച്ഛൻ ചിന്തിച്ചു, എങ്ങനെ ഈ ആളുകളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും? ഇതാ അദ്ദേഹം ഇങ്ങനെ തീരുമാനിച്ചു, നാളെ രാവിലെ എൻ്റെ പ്രഭാത പ്രാർത്ഥന കഴിയുമ്പോൾ ഈ സാധാരണ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി ഞാനും ജോലി ചെയ്യണം. അങ്ങനെ ആ ദിവസം പ്രഭാതത്തിൽ പ്രാർത്ഥന കഴിഞ്ഞ് അദ്ദേഹം ഇതാ തൊഴിലാളികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനായിട്ട് തുടങ്ങി. ഖനിയിലൂടെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. അന്ന് നടന്ന് ക്ഷീണിച്ച് അവശനായി വൈകുന്നേരമാണ് ഇടവക ദേവാലയത്തിലേക്ക് അദ്ദേഹം മടങ്ങി വരുന്നത്. ദേവാലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന ചെല്ലാൻ തുടങ്ങിയതേ ഇതാ അപ്പുറത്ത് വാതിലിലൂടെ ആരോ വരുന്ന ശബ്ദം അദ്ദേഹം കേട്ടു. ശബ്ദം അദ്ദേഹം ശ്രവിക്കാനായിട്ട് തുടങ്ങി. ഇതാ ആരോ വരുന്നുണ്ട്. നോക്കിയപ്പോൾ ഒരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടൊരു അമ്മ വരുന്നു. മറ്റൊരു വാതിലിലൂടെ നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട വയോധികനായ ഒരു മനുഷ്യൻ വരുന്നു. ഏതാനും സമയം കഴിഞ്ഞപ്പോഴത്തേനും 10-25 പേര് ഒരുമിച്ച് കൂടി. സത്യത്തിൽ ഇത്രയും ദിവസം ആരും അവിടെ കുർബാനയ്ക്ക് വന്നില്ലെങ്കിലും അന്ന് രാവിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഖനി തൊഴിലാളികളുടെ ഇടയിലൂടെ യാത്ര ചെയ്ത് മടങ്ങി വന്ന് അന്ന് വൈകുന്നേരം കുർബാന ചൊല്ലിയപ്പോൾ എവിടെ നിന്നാണ് ഈ 25 പേരും വന്നത്? അദ്ദേഹം അന്ന് രാത്രിയിൽ ചിന്തിക്കാൻ തുടങ്ങി. എന്തുകൊണ്ട് ഇന്നലെ വരെ വരാത്ത ആളുകൾ ഇന്ന് വിശുദ്ധമായ കുർബാന അർപ്പിക്കാനായിട്ട് വന്നു? സഹോദരങ്ങളെ, അന്ന് രാത്രിയിൽ അദ്ദേഹം സ്വന്തം കണ്ണാടിയിൽ നോക്കി. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം പിടികിട്ടി. മനസ്സിലായ കാര്യം ഇതാണ്: രാവിലെ മുതൽ വൈകുന്നേരം വരെ യാത്രക്കിടയിൽ ഈ പൊടിപടലങ്ങളെല്ലാം ബാധിച്ച് ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ഇടയിലൂടെ നടന്ന് അദ്ദേഹത്തിൻ്റെ മുഖവും ഏതാണ്ട് ഒരു ഖനിത്തൊഴിലാളിയുടെ മുഖമായിരുന്നു. അതെ, നമ്മുടെ ദൈവത്തിന് ബെത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണിയേശുവിന് നമ്മുടെ മുഖമാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും മുഖമാണ്. അവൻ ആരുടെ മണമാണ്? നമ്മുടെ മണമാണ്. അവന് ആരുടെ രൂപമാണ്? നമ്മുടെ രൂപമാണ്. ഒരു വികലാംഗനായിരിക്കുന്ന വ്യക്തി പോലുമാണ് ഈ ദൈവശുശ്രൂഷയിൽ പങ്കു പറ്റുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കണം, നിങ്ങളുടെ കരചരണങ്ങളാണ് ഉണ്ണിയേശുവിലുള്ളത്, നിങ്ങളുടെ രൂപമാറ്റങ്ങളാണ് ഉണ്ണിയേശുവിലുള്ളത്. അതെ, ക്രിസ്മസ് രാത്രി മനുഷ്യാവതാരത്തിൻ്റെ രാത്രിയാണ് എന്നുള്ളത് കൊണ്ട് ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. രണ്ടാമതായി, ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്നത് ദൈവം ഒരു ഉണ്ണിയായി പിറന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. ഉണ്ണിയായി പിറന്നു. ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം നമ്മെ ഓരോരുത്തരെയും കൈകളിലെടുക്കുന്നു എന്നാണ്. എന്നാൽ ക്രിസ്മസ് രാത്രിയിൽ നിങ്ങൾക്ക് ദൈവത്തെ കൈകളിലെടുക്കാം. ഇത്രയും കാലം ഞാനും നിങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത് ദൈവം നമ്മെ
പേര് ചൊല്ലി വിളിക്കുന്നു എന്നാണ്. എന്നാൽ ക്രിസ്മസ് രാത്രിയിൽ നിങ്ങൾക്ക് ദൈവത്തെ പേര് ചൊല്ലി വിളിക്കാം. ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ്. ആ ദൈവത്തിൻ്റെ പേര് ഗോഡ് ഈസ് വിത്ത് അസ്, ഇമ്മാനുവേൽ എന്നാണ്. അതെ, ഇന്നലെ വരെ ദൈവം നമ്മെ കൈകളിലെടുത്തെങ്കിൽ ഇന്ന് നമുക്ക് ദൈവത്തെ കൈകളിലെടുക്കാം. ഉണ്ണിയേശു നമ്മുടെ കൈകളിൽ വഹിക്കാൻ പാകത്തിലുള്ള ഒന്നാണ്. ഇന്ന് ദൈവത്തിനൊരു പേരുണ്ട്. ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ്. സഹോദരങ്ങളെ, ഇസ്രായേലിൻ്റെ പാരമ്പര്യത്തിൽ അവർ ദൈവത്തെ പേര് ചൊല്ലിപ്പോലും വിളിക്കില്ല. കാരണം അവർക്ക് ഭയമാണ്, അവർക്ക് പേടിയാണ്, അത്രയും ആദരവാണ്. പേര് ചൊല്ലി വിളിച്ചാൽ അത് ദൈവത്തെ കുറച്ച് കാണുന്നതിന് സമാനമല്ലേ? അത് ഒരു തരം റിഡക്ഷൻ അല്ലേ? ദൈവത്തെ കുറച്ച് കാണിക്കുന്നതിന് സമാനമല്ലേ? എന്നാൽ ക്രിസ്മസ് രാത്രിയിൽ മനുഷ്യന് വല്ലാത്തൊരു സ്വാതന്ത്ര്യം, സന്തോഷത്തിൻ്റെ സദ്വാർത്തയായി കിട്ടി. ഇന്നു മുതൽ എനിക്കും നിങ്ങൾക്കും സഹോദരങ്ങളെ പേര് ചൊല്ലി വിളിക്കാം. ഒരു ദൈവമുണ്ട് നമുക്ക്. ആ ദൈവത്തിൻ്റെ പേര് യേശു എന്നാണ്. AD എന്നും BC എന്നും പറഞ്ഞ് ചരിത്രത്തെ രണ്ടായി പകുത്ത ദൈവമാണ് നമ്മുടെ ദൈവം. ഈ കുഞ്ഞാണ് രാജാതിരാജൻ. ഈ കുഞ്ഞ് പിറന്നത് ഒരിക്കലും ഹെറോദേസിൻ്റെ കൊട്ടാരത്തിലല്ല, വലിയ സാധ്യതകളുടെ മധ്യത്തിലല്ല, ഏറ്റവും വിപരീതമായ സാഹചര്യത്തിൽ. അതെ, ഏറ്റവും വിപരീതമായ സാഹചര്യത്തിൽ കഴിയുന്നവർക്കും ദരിദ്രനാരായണനായി എല്ലാവിധത്തിലും തകർക്കപ്പെട്ടവർക്കും ക്രിസ്മസ് രാത്രി സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. കാരണം സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയാത്തതായി നമ്മുടെ ഓരോരുത്തരുടെയും സഹായം തേടി ഇന്നുമുണ്ട് ബത്ലഹേമിലെ പുൽക്കൂട്ടിൽ ഉണ്ണിയായി പിറന്ന ഉണ്ണിയേശു. ഈ ഉണ്ണിയേശുവിൽ ദൈവവും മനുഷ്യനും ഒരുപോലെ വരുന്നു എന്നുള്ളത് കൊണ്ടാണ് ജ്ഞാനികൾ അവിടെ പോയി പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിച്ചു. പാവപ്പെട്ട മനുഷ്യരുടെ പ്രതിനിധിയായി അല്ലെങ്കിൽ പ്രതിനിധികളായി ഇടയന്മാർ യാത്ര ചെയ്തു. ഇടയന്മാർക്ക് സാധാരണയായി സുവിശേഷമെത്തുക, പിറവിയുടെ സന്ദേശമെത്തുക അത്ര കണ്ട് എളുപ്പമല്ല. മൈലുകൾ ദൂരം യാത്ര ചെയ്യണം. അതുകൊണ്ടാകണം ദൈവദൂതന്മാർ അവരെ തേടിയെത്തി, ജ്ഞാനികളെ തേടി ഒരു നക്ഷത്രവും എത്തി. അങ്ങനെ ഇരു കൂട്ടരും ഒരുപോലെ യാത്ര ചെയ്ത് പുൽക്കൂട്ടിൽ ചെന്ന് ദൈവത്തെ അല്ല ദൈവപുത്രനായ ക്രിസ്തുവിനെ ആരാധിച്ചു വണങ്ങി. ഇത് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. മൂന്നാമതായി ക്രിസ്മസ് സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകുന്നത് ഈ കുഞ്ഞ് രക്ഷകനാണ് എന്നുള്ളത് കൊണ്ടാണ്. ആർക്കാണ് ഒരു രക്ഷകനെ വേണ്ടാത്തത്? ലോകം ഇന്നും കാത്തിരിക്കുന്നത് ഒരു രക്ഷകനെയാണ്. സഹോദരങ്ങളെ, അടിമകളായി കഴിയുന്ന ഒരാൾക്കും അവരിൽ നിന്ന് തന്നെ രക്ഷയില്ല, അവർക്ക് തന്നെ രക്ഷപ്പെടുകയില്ല, സാധ്യമല്ല. ജയിലിൽ കഴിയുന്നവർക്ക് അവരിൽ തന്നെ രക്ഷയില്ല. ആരെങ്കിലും പുറത്തു നിന്ന് വന്ന് ജയിൽ തുറന്നു കൊടുത്തെങ്കിലേ അവർക്ക് പുറത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ, ഇറങ്ങാൻ കഴിയൂ. ഇതുപോലെ തന്നെ ഒരു പാപം ചെയ്യുന്നൊരു മനുഷ്യൻ, ഒരു അടിമത്തത്തിൽ കഴിയുന്ന മനുഷ്യൻ, ഒരിക്കലും അവനിൽ തന്നെ രക്ഷയില്ല. ഇതാ ക്രിസ്മസ് രാത്രിയിൽ രക്ഷകനാണ് പിറന്നിരിക്കുന്നത്. രക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും ഒരുപോലെ രക്ഷിക്കാൻ കഴിയുന്നവൻ. ഏതെല്ലാം ക്ലച്ചസിൽ നമ്മൾ പെട്ടുപോയാലും, ഏതെല്ലാം അടിമത്തത്തിൽ നമ്മൾ പെട്ടുപോയാലും എന്നെയും നിങ്ങളെയും രക്ഷിക്കാൻ ഒരു രക്ഷകനുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ വചനം കേൾക്കുമ്പോൾ മദ്യത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നൊരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. ഒരുപാട് തകർച്ചയുടെ മധ്യത്തിൽ കഴിയുന്നതായിരിക്കാം. ക്രിസ്മസ് രാത്രി പോലും ഒരു സന്തോഷത്തിൻ്റെ രാത്രിയായി നിങ്ങൾക്ക് അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ഓർക്കണം, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്നിട്ടുണ്ട്. ആ കാലിത്തൊഴുത്തിലേക്ക് നമുക്ക് യാത്രയാകാം. എന്തിന് അത്ര ഇനിയും പ്രസംഗിക്കണം? സത്യത്തിൽ ഈ കാലയളവിൽ ആധുനിക നൂറ്റാണ്ടിൽ അറിയപ്പെടുന്ന പുൽക്കൂടുകൾ ആരംഭിച്ച ഫ്രാൻസിസ് അസീസി ഒരിക്കൽ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒട്ടേറെ ദൈവശാസ്ത്രം പറയുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തിന് ഈ ക്രിസ്മസ് രാത്രിയിൽ കൂടുതൽ ദൈവശാസ്ത്രങ്ങൾ പറയണം? എന്നിട്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റു, ചുറ്റുമുള്ളവരോടായിട്ട് പറഞ്ഞു, നമുക്കിനി ദൈവശാസ്ത്രം കേൾക്കണ്ട, നമുക്ക് ഉണ്ണിയായി പിറന്ന, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിലേക്ക് പോകാം. അതെ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ണിയായി പിറന്ന് നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുത്ത, മനുഷ്യനായി അവതരിച്ച, പുൽക്കൂട്ടിൽ പിറന്ന ഉണ്ണി യേശുവിലേക്ക് പോകാം. അവിടെ നിങ്ങൾക്ക് രക്ഷകനുണ്ട്, അവിടെ നിങ്ങൾക്ക് ജീവനുണ്ട്, അവിടെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.
ഉപാസന. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം, ഉന്നതത്തിൽ നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം, എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു, മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയായ ഉണ്ണി മിശിഹ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ദിവസമാണെന്ന്. ഇത് ക്രിസ്മസ് രാത്രി ഹൃദയങ്ങളെല്ലാം സ്വർഗത്തിലേക്കും ഉന്നതങ്ങളിലേക്കും ഉയർത്തുന്ന ദിവസം. പ്രതീക്ഷ നഷ്ടപ്പെട്ട ഇടയന്മാർക്ക് പ്രതീക്ഷയുടെ തിരുവട്ടം തെളിഞ്ഞ ദിവസമാണെന്ന്. കാലങ്ങളായി ജ്ഞാനികൾ തേടി ഇരുന്നത് ഈ ഒരു നക്ഷത്രത്തെ മാത്രം മുന്നം വെച്ചുകൊണ്ടായിരുന്നു. അതെ, അപ്പത്തിൻ്റെ ഭവനമെന്നറിയപ്പെടുന്ന ബത്ലഹേമിൽ ജനിച്ചവൻ, കാലിത്തൊഴുത്തിൽ പിറന്നവൻ അപ്പമായി നമ്മുടെ മുമ്പിൽ ഈ സന്ധ്യയിൽ ആഗതനായിരിക്കുന്നു. അവനെ നമുക്ക് നോക്കാം. ഇതാ ഉണ്ണി യേശു അപ്പമായി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ ഈ രാത്രിയിൽ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ഉണ്ണിക്ക് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചയായി ജ്ഞാനികൾ അർപ്പിച്ചതുപോലെ നമുക്കും നമ്മുടെ ജീവിതമാകുന്ന കാഴ്ചകൾ അവൻ അർപ്പിക്കാം. ഒരു പക്ഷേ വേദനകളായിരിക്കാം, ഒരു പക്ഷേ കണ്ണുനീരായിരിക്കാം, ഒരു പക്ഷേ സന്തോഷങ്ങളുടെ കഥകളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഈ രാത്രിയിൽ സന്തോഷത്തോടെ നമുക്ക് അവൻ്റെ മുമ്പിൽ അർപ്പിക്കാം. അതെ, ഇത് സന്തോഷങ്ങളുടെ സദ്വാർത്ത പ്രപഞ്ചം മുഴുവൻ അറിഞ്ഞ ദിവസമാണ്. ഈ ദിവസത്തിന് വേണ്ടിയാണല്ലോ പ്രപഞ്ചം കാത്തിരുന്നത്. കാലഘട്ടത്തെ, ചരിത്രത്തെ രണ്ടായി പകുത്തവൻ ഈ രാത്രിയിൽ അവതരിച്ചു. ചരിത്രത്തിന് അധീനനായിരുന്നവൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. വർഷങ്ങളായി മഹർഷിമാരും സന്യാസികളും ധ്യാനിച്ചു കൊണ്ടിരുന്നത് ഈ അനുഗ്രഹീത പുരുഷനെ മാത്രം തേടിക്കൊണ്ടാണ്. മുനിമാർ എന്നും പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രക്ഷകന്റെ അവതാരത്തെക്കുറിച്ചാണ്. പ്രവാചകന്മാർ ഉന്നം വെച്ചത് ഈ രാത്രിയെ മാത്രമാണ്. യേശു നമ്മോടുകൂടെ
അവനൊരു പേരാണ്, അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ്. ഗോഡ് ഈസ് വിത്ത് us. അവൻ്റെ പേര് ദൈവം നമ്മോട് കൂടെ എന്നാണ്. നമ്മോട് കൂടെ വസിക്കാൻ, നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായി നമുക്ക് തരാൻ, നമ്മുടെ അപ്പമായി മാറുവാൻ, സകലതുമായി തീരുവാൻ ഉണ്ണി യേശു നിന്റെ ഹൃദയത്തിലേക്ക് വരുന്നു. നമുക്ക് പറയാം, ഉണ്ണിയായി പിറന്നവനെ, കാലിത്തൊഴുത്തിൽ പിറന്നവനെ, ഹൃദയത്തിൻ്റെ രാജാവായി ഞങ്ങളുടെ മനസ്സിലേക്കും ജീവിതങ്ങളിലേക്കും വരണമേ എന്ന്. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപിദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപിദാസന് പാധേയമാകാൻ തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ? അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം, സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. തിരുപ്പിറവിയുടെ തലേ രാത്രി കൂന് പിടിച്ച് ജോലി ചെയ്ത് കൂന് പിടിച്ച ഏതാനും ഇടയ സ്ത്രീകൾ, മക്കൾക്ക് അധികമൊന്നും കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് മക്കൾക്ക് വിശക്കുമ്പോഴൊക്കെ ഇടയ സ്ത്രീകൾ സ്വന്തം മക്കളെ ചേർത്ത് പിടിച്ചു പറയും, മക്കളെ, ദൈവം നമ്മുടെ കൂട്ടിനായി ഉണ്ട് എന്ന്, ദൈവം എല്ലാം കാണുന്നുണ്ട് എന്ന്, ദൈവം അപ്പമായി നമ്മുടെ മുമ്പിൽ അവതരിക്കുമെന്ന്. ഇതാ പിറ്റേ ദിവസമായി, ക്രിസ്മസ് രാത്രിയുടെ ദിവസമായി, കൂന് പിടിച്ച ഇടയ സ്ത്രീകൾ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ന് കാലിത്തൊഴുത്തിലേക്ക് പോയി. അവരെക്കാൾ ചെറിയവനായി ഉണ്ണി യേശു കിടക്കുന്നു, അവരെക്കാൾ എളിയവനായി ഉണ്ണി പിറന്നിരിക്കുന്നു. അമ്മ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഇന്നലെ വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മളാണ് ഏറ്റവും വലിയ ദരിദ്രർ എന്നാണ്. എന്നാൽ ഇന്ന് നമ്മൾ അറിയുന്നു, നമ്മളെക്കാൾ ദരിദ്രനായാണ് അവൻ പിറന്നത്. ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് അധ്വാനിച്ച് കൂന് പിടിച്ചു പോയ വ്യക്തികളാണ് നമ്മളെന്നാണ്. എന്നാൽ ഇന്നിതാ നിവർന്നു നിൽക്കാൻ പാകത്തിൽ ഉണ്ണി യേശു നമ്മുടെ മുമ്പിൽ ആഗതനായിരിക്കുന്നു. അതെ, ഇവനേക്കാൾ ദരിദ്രനായി ആരും പിറന്നിട്ടില്ല, ഇവനേക്കാൾ കഷ്ടതയിൽ ആരും ജനിച്ചിട്ടില്ല. അതെ, യേശു നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയാണ്. അവൻ സ്വർഗത്തിൻ്റെ സമ്മാനമാണ്. മാനവകുലത്തോട് സ്വർഗത്തിലെ അപ്പന് തോന്നിയ സ്നേഹം മനുഷ്യനായി അവതരിച്ചതാണ് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. അതെ, ഓ സ്നേഹമേ, സ്നേഹമായി കാലിത്തൊഴുത്തിൽ പിറന്നവനെ, സ്നേഹം വറ്റിപ്പോയ ഹൃദയങ്ങളിലേക്ക് ഒരിക്കൽ കൂടി രാത്രിയിൽ നീ യാത്ര ചെയ്യണമേ. ശൂന്യമായ ഹൃദയങ്ങളെ നിന്റെ സ്നേഹത്താൽ ഈ രാത്രിയിൽ നിറയ്ക്കണമേ. നിറ കണ്ണുകളോടെ ഇരിക്കുന്നവർക്ക് പ്രതീക്ഷ നീ പകർന്നു കൊടുക്കണമേ. അധ്വാന ഭാരം മൂലം കൂന് പിടിച്ചവർക്ക് നിവർന്നു നിൽക്കുവാനുള്ള സാധ്യതകൾ നീ തെളിയിക്കണമേ. ദരിദ്രരായി പിറന്നവർക്ക് പ്രതീക്ഷയുടെ സമ്പത്ത് നീ കൊടുക്കണമേ. അതെ, സന്തോഷത്തിന്റെ സദ്വാർത്തയായ കാലിത്തൊഴുത്തിലേക്ക് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. രാജാധിരാജൻ കാലിത്തൊഴുത്തിൽ മനുജനായി തീർന്നതിൻ രഹസ്യമെന്തേ? പാപിദാസന് പാധേയമാകാൻ
തിരുവോസ്തിയായതിൻ രഹസ്യമെന്തേ അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന് അറിയില്ല നാഥ, ഒന്നെനിക്കറിയാം. സ്നേഹം സ്നേഹം സ്നേഹമെന്ന്. സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് രക്ഷകൻ. ഈ രക്ഷകനൊരു പേരുണ്ട്, യേശു എന്നാണ് അവൻ്റെ പേര്. അവൻ ഇമ്മാനുവേൽ, അവൻ ദൈവം നമ്മോട് കൂടെ, നമ്മോടൊത്തു വസിക്കുന്നവൻ. യേശുവേ, ഞങ്ങളിലേക്ക് നീ പ്രവേശിക്കണമേ. യേശുവേ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഉണ്ണിയായി പിറന്നവനെ ജീവിതത്തിൽ ചെറുതാകേണ്ട സമയങ്ങളിൽ ചെറുതാകുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. ആകാശ നീലിമ പോലെ സ്വച്ഛവും ഹൃദയങ്ങ വിശാലതയുടെ മനസ്സും ഞങ്ങൾക്കെല്ലാവർക്കും നൽകി ഈ ദിവസം അനുഗ്രഹിക്കണമേ എന്ന് സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന 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 ആരാധന